ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമേനെയും ചന്ദ്രനെയാണ്. അപ്പൊ ഭാമയുടെ വീട്ടിലേക്ക് ചന്ദ്ര ചെല്ലുകയാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുക്ക് വഴികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ രേവതിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ചെന്ന ഉടനെ തന്നെ ഭാമ, ഇതെന്താടി നീ വിളിക്കാതെയും പറയാതെയൊക്കെ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതിനിപ്പോ എന്താ ഞാൻ വിളിക്കാതെയും പറയാതെയും വന്നെന്ന് ഓർത്തോണ്ട്, നിന്റെ അടുത്തല്ലേടി എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വന്നതിന് കുറ്റം പറഞ്ഞതല്ല ചന്ദ്രൻ, നീ കേറി വാ എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, എടി ഇവിടെ എന്തെങ്കിലും സ്വീറ്റ്സ് വല്ലതും ഇരിപ്പുണ്ടോ? ഇവിടെ അങ്ങനെയൊന്നും ഇരിപ്പില്ല. ഇപ്പൊ എന്തിനാ സ്വീറ്റ്സ്? അല്ല, സന്തോഷം വരുമ്പം സ്വീറ്റ്സ് കഴിക്കണം, സ്വീറ്റ്സ് കൊടുക്കണം എന്നൊക്കെയാണല്ലോ. ഓ, അതിനെന്താടി ഇതിന് മാത്രം വലിയ സന്തോഷം നിനക്കുള്ളത്? എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. എന്ത് സന്തോഷം? അതിങ്ങോട്ട് പറഞ്ഞേ. അല്ല, ഇനിയിപ്പം നിന്റെ മരുമക്കൾക്ക് വേറെ ആർക്കെങ്കിലും വിശേഷമുണ്ടോ? ഓ, അതൊന്നും വലിയ സന്തോഷം അല്ലല്ലോ ഇപ്പം. അതിനേക്കാൾ വലിയ സന്തോഷം, ദേ ഇവിടെ ഒരാൾ വരാൻ പോവുക. ഇവിടെ ആരാ വരാൻ പോകുന്നത്? ഹേമ മേഡം ഇല്ലേ? ഹേമ മേഡം ഇങ്ങോട്ടേക്ക് വരാൻ പോവാ. ഇവിടെയോ? അതേന്നെ, ഇപ്പൊ തന്നെ വരുന്നു പറഞ്ഞു. ഏതായാലും പറഞ്ഞു വായെടുത്തില്ല. അതിനു മുമ്പ് നമ്മുടെ ഹേമ മേഡം എത്തിയിട്ടോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, 100 ആയുസ നിനക്ക്. ഇപ്പൊ നിന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല ചന്ദ്രമതി, എന്താ വരാൻ പറഞ്ഞത്? നിനക്കും എനിക്കും സന്തോഷം തരുന്നൊരു കാര്യം പറയാനാ. നീയും രേവതിയും തമ്മിൽ ഇപ്പൊ ഒരു മത്സരത്തിലല്ലേ? അതെ, ആ മത്സരത്തില് നിങ്ങളുടെ മരുമകള് എന്നെ തോൽപ്പിക്കുന്നു പറഞ്ഞിരിക്കുകയാണല്ലോ. ഓ, മരുമകൾ എന്നൊന്നും പറയല്ലേ, അവളെ ഞാൻ മരുമകളായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു, എന്താടി നീ പറയുന്നത്? ശ്രുതിയാണോ നിന്റെ മരുമകള്? മിണ്ടാതിരിക്കടി, അവിടെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴാ. ഭാമേ, നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പം നമ്മുടെ ഹേമ പറഞ്ഞു, ചന്ദ്രമതി കാര്യം പറ. പറയാം. രേവതി ഏറ്റെടുത്ത് ഡെക്കറേഷൻ നടത്തണമെങ്കിൽ ലക്ഷങ്ങളുടെ പൂ വേണമെന്നാ പറയുന്നത്. പൂക്കടക്കാരന് അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണം. അത്രയും തുക അവളുടെയും അവളുടെ ഭർത്താവിന്റെ കയ്യിലും ഇല്ല. വീട്ടിൽ നിന്ന് വേറൊരു വഴി ക്യാഷ് സംഘടിപ്പിക്കാൻ ഒരു ചെറിയ ശ്രമമൊക്കെ നടത്തിയിരുന്നു. അത് ഞാൻ തടഞ്ഞു ഒഴിവാക്കി. കൊടുത്തില്ല. അപ്പോഴത്തേക്ക് ഹേമ പറഞ്ഞു, അത് നന്നായി. അല്ല, അവക്ക് വേറെ എവിടെന്നെങ്കിലും ക്യാഷ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? എവിടെ നിന്ന് കിട്ടാനാ? ഒരു ഗതിയും ഇല്ലാത്തവൾക്കൊക്കെ ആരാണ് ഇത്രയും വലിയ തുക കൊടുക്കുന്നത്? നിന്നെ വെല്ലുവിളിച്ചിരുന്ന പോലെ എന്നെ വെല്ലുവിളിച്ചിരുന്നു. കിട്ടിയ ഓർഡർ ചെയ്തു തീർക്കുന്നൊക്കെയാ പറയുന്നത്. പറയാന്നല്ലാതെ പൂ മേടിക്കാൻ ക്യാഷ് ഇല്ലല്ലോ അവളുടെ കയ്യില്. അതുകൊണ്ട് ആ ഓർഡർ ഒന്നും ഇനിയിപ്പം അവക്ക് ചെയ്യാൻ പറ്റത്തില്ല. 2 ദിവസത്തിനകം അഡ്വാൻസ് കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും ഹേമേ? ആ ഓർഡർ ഒന്നും അവക്ക് ചെയ്യാൻ കഴിയത്തില്ല. അത് ഹേമയ്ക്ക് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സന്തോഷം അറിയിക്കാനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. അല്ല, ഒടുക്കം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ ചന്ദ്രൻ. പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പം ആ ഓർഡർ എനിക്ക് കിട്ടും. ഇതാണ് എന്റെ സങ്കല്പവും എന്റെ സ്വപ്നവും ഒക്കെ. ഏതായാലും അത് നടക്കാൻ പോവാണല്ലോ. അല്ല ഭാമേ, നിന്റെ മുഖത്ത് എന്താ ഒരു മങ്ങല്, ഒരു സന്തോഷമില്ലല്ലോ എന്ന്. അപ്പൊ ഭാമ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുക, എനിക്കിതിൽ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. പാവൻ രേവതി. പാവോ? അവളോ? ഉറങ്ങുമ്പോ പോലും അവള് പാവമല്ല. അപ്പൊ ഹേമ പറഞ്ഞു, ഈ ഓർഡർ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാല് അവക്ക് പിന്നെ ആരും ഓർഡർ കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഡെക്കറേഷൻ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ച് അവളുടെ അമ്മയെ പോലെ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തിരുന്ന് അവള് പൂ വിൽക്കേണ്ടി വരും. അതാ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ തന്നെ വേണം ഹേമേ. അതാ എന്റെ ആഗ്രഹം. ഒരു പടി പോലും അവള് മുകളിലേക്ക് കയറി വരാൻ പാടില്ല. അതിന് ഞാൻ വിടുവോ ചന്ദ്രേ? ചന്ദ്രമതി ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും. അത് തന്നെയാ എന്റെ ആഗ്രഹം ഹേമേ. അല്ല, 2 ദിവസം ഇനി സമയമുണ്ടല്ലോ ചന്ദ്രമതി. അവൾ ക്യാഷിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് നമുക്ക് കണ്ട് രസിക്കാം. എന്തെങ്കിലും പുതിയ വിവരം ഉണ്ടെങ്കിലേ എന്നെ അറിയിക്കാൻ മടിക്കരുത്. അയ്യോ, ഞാൻ വിളിച്ചേക്കാം, നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടിട്ട് ഹേമ അങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഭാമയ്ക്ക് ഇത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഭാമയാണെങ്കിൽ എന്തോ പോലെ നിൽക്കുക. ഭാമ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ ഇത്? രേവതിയെ സച്ചി ഒന്നിച്ചു നിന്നാലേ അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 2 പേരും സ്വപ്നം കണ്ടത് വെറുതെ ആയി പോകും കേട്ടോ. അവർ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. രേവതി ആ ഓർഡർ ചെയ്തിരിക്കും, അത് ഉറപ്പാ. അത് വേറെ ആരുടെയും കൈകളിലേക്ക് പോകത്തില്ല.
ഓ, നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. ഭാമേ, നീ എന്റെ കൂട്ടുകാരിയാണോ? അല്ല, ഈ ഓർഡർ അവക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഹേമ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും, നീ കണ്ടോ, അതുപോലെ നടക്കുകയുള്ളൂ. നോക്കാം, നമുക്ക് നോക്കാം. നമുക്ക് കാണാം. ഇത് നമ്മുടെ ഭാമയും പറഞ്ഞു. ഭാമ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ നമ്മുടെ രേവതിനെ സച്ചിനും ഒന്നും. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയ്ക്ക് തല ഇങ്ങനെ തോർത്തി കൊടുക്കാണ് കേട്ടോ രേവതി. അപ്പൊ വർഷ പറഞ്ഞു, ഞാൻ തോർത്തിക്കോളാം ചേച്ചി. ഓ, വേണ്ട വേണ്ട, നേരെ വണ്ണം തോർത്തില്ലെങ്കിൽ ജലദോഷം വരുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വരിക കേട്ടോ. രവീന്ദ്രന്റെ കണ്ണുകളെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ രേവതി മോള് നന്നായിട്ട് തോർത്തി തരൂ വർഷമോളെ. അതാ നല്ലതെന്ന്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് അടുത്ത ആള് വരുന്നുണ്ട്, നമ്മുടെ ചന്ദ്രയുടെ കണ്ണിനെ കുളിരല്ലല്ലോ അണിയിപ്പിക്കുന്നത്. അയ്യോ, ചന്ദ്ര ഇത് കണ്ടതും കണ്ണിൽ അങ്ങോട്ട് തീ മാറിയില്ലേ? ചന്ദ്രയ്ക്ക് സുഖിക്കുവോ? ചന്ദ്ര നോക്കിയപ്പോ രേവതി നമ്മുടെ വർഷയുടെ തല ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കും, ഞാനാണോ അമ്മായിയമ്മ, ഇവളാണോ അമ്മായിയമ്മ? ആഹാ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവളാ ചെയ്യുന്നത്. സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഓരോ ആട്ട്, വല്ലാതെ പിന്നെ എന്താ പറയാ, കള്ളി തരും കള്ളി എന്ന്. അപ്പൊ ചന്ദ്ര വന്നിങ്ങനെ നോക്കി ദേഷ്യത്തോടു കൂടി നിൽക്കുക. അപ്പൊ സച്ചി കയറി വന്നു കേട്ടോ, സച്ചി ഉണ്ട്. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, വർഷയ്ക്ക് കൈയില്ലേ? ഞാൻ ഓർത്ത് ഇനി വർഷയുടെ കൈക്ക് എന്തെങ്കിലും പറ്റിയെന്ന്. അപ്പം സച്ചി വന്നിട്ട് പറഞ്ഞു, കൈ ഉണ്ടല്ലോ, ദേ രണ്ട് കൈ, രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കൈ, ദേ ഇരിക്കുന്നു രണ്ട് കൈ എന്ന്. അല്ല അമ്മ എന്താ കാണുന്നില്ലേ? വർഷ ആ കൈ എന്ന് പൊക്കി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ആ രണ്ട് കൈയുണ്ട്, രണ്ട് കൈയുണ്ട്. ഓഹോ, നിങ്ങൾ എന്താ എന്നെ കളിയാക്കാണോ? തല നിർത്തി കൊടുക്കാൻ ഇവളെന്താ ചെറിയ കുട്ടിയാണോ? ഇവക്ക് എന്താ അറിയില്ലേ? അപ്പൊ രേവതി പറഞ്ഞു, അല്ല തല തോർത്തി കൊടുത്ത എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവൾ പ്രഗ്നന്റ് അല്ലേ, ചില കാര്യങ്ങളിൽ അവളെ സഹായിക്കണ്ടേ? ഓ, പിന്നെ നിങ്ങളുടെയൊക്കെ രീതി കണ്ടാ തോന്നും ഈ ലോകത്തിൽ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയ സ്ത്രീ ഇവളാണെന്ന്. ദേ, ഞാൻ 3 മക്കളെ പ്രസവിച്ചതാ, എനിക്കാരും ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, സന്തോഷമായമേ, ഒരുപാട് സന്തോഷമായി. ഓ, ഇപ്പോഴെങ്കിലും നിങ്ങളെ എനിക്ക് 3 മക്കൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ. മുമ്പൊക്കെ പറയായിരുന്നു 2 മക്കളെ ഉള്ളൂ, 2 മക്കളെ ഉള്ളൂ എന്ന്. എന്നെ എണ്ണത്തിൽ കൂട്ടാറില്ലായിരുന്നല്ലോ. ഓ, ഇപ്പോഴെങ്കിലും ഞാനത് കേട്ടല്ലോ, ഒരുപാട് സന്തോഷമായി. അച്ഛ, ഒടുക്കം അമ്മയെ എന്നെ എണ്ണത്തിൽ കൂട്ടിയിട്ടോ, എന്നെ അംഗീകരിച്ചു അമ്മയുടെ മോനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇപ്പം എല്ലാം ചെയ്തു കൊടുത്ത് വർഷം മടിച്ചാക്കരുത്, അത് തന്നെ ഇവിടുത്തെ വിഷയം. ഈ സമയത്ത് ചില ജോലികളൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തൊരു കുശുമ്പാ ചന്ദ്ര ഇത്. ഈ വീട്ടില് നിന്റെ ജോലി എല്ലാം ചെയ്യുന്നത് ഈ കുട്ടി. എന്തെങ്കിലും ഒരു ജോലി ഈ കുട്ടി അല്ല നീ ചെയ്യാറുണ്ടോ ചന്ദ്രേ? രേവതിയല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നത്. അല്ല, പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എല്ലാവർക്കും രേവതിയാകാൻ കഴിയത്തില്ലല്ലോ. ഓ, ഇങ്ങനെ തലയിൽ കയറ്റി വെക്കാൻ മാത്രമുള്ള ഗുണമൊന്നും ഈ രേവതിക്കില്ല, എനിക്ക് കണ്ടിട്ട് തോന്നുന്നുമില്ല. ഇവള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ ഏറ്റുപിടിച്ചോടും. അവളെ കുറിച്ച് പറയാനേ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അല്ല ചന്ദ്ര അങ്ങോട്ട് കയറി പോയി കേട്ടോ. അപ്പൊ രവീന്ദ്രൻ, ഒരു കാര്യമില്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് വർഷയും തോർത്ത് മേടിച്ചോണ്ട് അകത്തേക്ക് കയറി പോയി കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛൻ എന്തിനാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്? അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ലെന്ന് അച്ഛൻ അറിയില്ലേ? ഓ മോളെ, എല്ലാവരുടെയും ഇഷ്ടം നോക്കി സംസാരിക്കാൻ പറ്റുമോ? അല്ല അതൊക്കെ വിട്. പൂക്കടയിലെ അഡ്വാൻസ് കൊടുക്കാൻ 5 ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞത്? ആ ക്യാഷ് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴത്തേക്കും അത് ചന്ദ്രയെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, കുറച്ച് കാശും കൂടെ വേണോ അച്ഛാ? അത് ദേവു സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്ത് വന്നാലും ഈ വർക്ക് രേവതി മോളെ നീ ചെയ്തിരിക്കണം. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ നമുക്ക് വാശി വേണം മോളെ, എന്നാലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കും അച്ഛാ, അത് ഉറപ്പാ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്, എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ രവീന്ദ്രന് മേളിലേക്ക് കയറി പോയിട്ട് സ്റ്റെയർ കയറി റൂമിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ചന്ദ്ര ഇത് നോക്കി നിൽക്കുക. നമ്മുടെ ദേവ് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്കവാറും പൈസ കിട്ടുവോ? ഇല്ല. ഏതായാലും പൈസ കിട്ടിയാലും ഹേമ നിന്നെ വിടത്തില്ലടി. നിന്റെ വർക്ക് നിനക്ക് കിട്ടത്തില്ലടി. നിന്റെ അഹങ്കാരം തീർത്ത് തരുന്നുണ്ടടി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കി എന്ന് ചിരിക്കുന്നത് കണ്ടതും സച്ചി രേവതി ചന്ദ്രനെ തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പം എന്തോ സച്ചിക്ക് സംതിങ് റോങ് തോന്നുന്നുണ്ട്. ചന്ദ്രൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഒരു ചിരി ഇരിച്ചിട്ടാണ് പോയത്. അപ്പൊ സച്ചിക്ക് മനസ്സിലായി ആ ചിരിയിൽ എന്തോ ഉണ്ടെന്ന്. അപ്പൊ സച്ചി വന്നിട്ട് രേവതിയോട് ചോദിച്ചു, ആ ചിരിയിൽ എന്തോ ഒരു പന്തികേടില്ലേ രേവതി? അല്ല, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചിരിക്കാറുള്ളത്? അല്ല, ഈ ചിരിയിൽ ഒരു പന്തികേടുണ്ട് രേവതി.
നീ ശ്രദ്ധിക്കണം കേട്ടോ രേവതി, നീ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കാനോ? നീ ശ്രദ്ധിക്കണം. അമ്മേനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അമ്മ എന്താ കാട്ടിക്കൂട്ടാന്ന് പറയാൻ പറ്റത്തില്ല എന്ന്. എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെയാണ് കേട്ടോ. സുധിയാണെങ്കിൽ പനിച്ച് വിറച്ച് ഇങ്ങനെ വീണ്ടും തുമ്മലും ചുമയും കൊലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര ഒരു ഗ്ലാസും പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുധിക്ക് കൊടുക്കാനായിട്ട് ചുക്ക് കാപ്പിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചന്ദ്ര വന്ന് തൊട്ട് നോക്കിയിട്ട് ആ പനി കുറയുന്നുണ്ടല്ലോ, അല്ല മോനെ ഇതൊന്ന് പിടിച്ചേ, ഇത് കുടിച്ചേന്ന് പറഞ്ഞു. ചുക്ക് കാപ്പി ഒന്നും അല്ല കേട്ടോ, വെറും പച്ചവളമാണ്. പച്ചവളം അല്ല, ചൂടുവെള്ളം ആയിരിക്കും. എന്തോ ചുക്ക് കാപ്പി ഒന്നും ഇട്ട് കൊടുക്കാനുള്ള ഒരു ക്ഷമയൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇല്ലെന്നേ. ഏതായാലും ഈ സമയത്ത് ഒരു ഗുളിക എടുത്തിട്ട് നമ്മുടെ സുധിക്ക് കൊടുത്തു. സുധി ആ ഒരു ഗുളിക കഴിക്കുന്നു. അപ്പൊ രവീന്ദ്രൻ കയറി വരുന്നു. എന്നിട്ട് സുധിയോട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ടോ ഇപ്പൊ നിനക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ തന്നെ പറഞ്ഞു, അവന് കുറവുണ്ട്, കുഴപ്പമില്ലാന്ന്. അല്ല നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ പൊന്നു മോനെ. അല്ല എന്തവസ്ഥ? പനി വരുന്നത് സാധാരണയല്ലേ? ഓ നിങ്ങൾക്കും എനിക്കും ഒക്കെ പനി വരാറില്ലേ? ഇതും അങ്ങനെ മാത്രമേ ഉള്ളൂ? ഓ ഭയങ്കര അവസ്ഥ വന്നിരിക്കുന്നു. ഓ എനിക്ക് തോന്നുന്നു അത് ആ അവസ്ഥയല്ലേ, നിങ്ങൾ ഉദ്ദേശിച്ച അവസ്ഥയെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഓ ഓ ഓ ഇവനെ കൊണ്ട് പണക്കാരിയായ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. അതോടുകൂടി ഈ അവസ്ഥയൊക്കെ അങ്ങ് മാറിക്കോളും. ഇതോർത്ത് ആരും ഖേദപ്പെടണ്ട. ഇനി എന്റെ മോന് നല്ല കാലം വരാൻ പോകുക. മോശം കാലം ആ കള്ളി പെണ്ണിന്റെ കൂടെ എന്തായാലും ഒഴിഞ്ഞു പോയി. അല്ല അവള് കള്ളം പറയുന്നതിനേക്കാൾ വിഷമം നിനക്ക് ക്യാഷുകാരി അല്ല എന്നുള്ളൊരു വിഷമം അല്ലേ ചന്ദ്രൻ? ശരിക്കും അതല്ലേ? അവളെ ഒഴിവാക്കാൻ പറയുന്നത് അതുകൊണ്ടല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ അവളൊരു കുഴപ്പക്കാരിയാന്ന് നിങ്ങൾക്ക് പറയാ, എനിക്കും അറിയാം. എന്നിട്ട് എന്തിനാ അവളെ ന്യായീകരിക്കുന്നത്? അവളുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത് എന്തിനാ രവിയേട്ടാ? അല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ മോന് വേണ്ടിയിട്ടാ. എനിക്ക് അവനെ ഇങ്ങനെ കാണാൻ വയ്യ, അതുകൊണ്ടാ ഞാൻ എന്റെ മോന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത്. അവൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവൾ എന്തുകൊണ്ട് അത് ചെയ്തു അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ മനസ്സിലാക്കേണ്ടത്? ഓ എനിക്കൊന്നും മനസ്സിലാക്കണ്ട. അവള് കാരണം എന്റെ മോൻ സങ്കടപ്പെടേണ്ടി വന്നു. ഇനി അതുണ്ടാകാൻ പാടില്ല. എന്റെ മോൻ സങ്കടപ്പെടണ്ട. അങ്ങനെ എന്റെ മോന് നല്ലൊരു ജീവിതം കിട്ടാൻ പോവുക. എല്ലാം മറന്ന് എന്റെ മോൻ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതിനുള്ളൊരു വഴിയാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല നീ ഒരാളുടെ ഭാഗത്ത് തെറ്റു മാത്രമല്ലേ ചന്ദ്രയെ കാണുന്നത്? ഈ ഇരിക്കുന്ന ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവൻ ചെയ്ത തെറ്റ് നമ്മൾ പുറത്തിട്ടില്ലേ ചന്ദ്രൻ? അതുപോലെ തന്നെ ശ്രുതിയോടും നീ ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ക്ഷമിക്കാനോ? എന്റെ പട്ടി ക്ഷമിക്കും. എടി അവക്ക് സ്വയം ഒന്ന് വളരാന്, അവക്ക് ഇങ്ങോട്ടൊന്ന് വരാന് ഒരവസരം നമ്മൾ കൊടുത്തു നോക്ക്. രണ്ടുപേരുടെയും കുടുംബ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അവളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. എന്റെ മോന്റെ ജീവിതം ബലി കൊടുത്ത് ഒരു പരീക്ഷണത്തിന് തയ്യാറാകാൻ ഞാനില്ല. അല്ല ഇതൊരു അമ്മയുടെ ഭയവാ ചന്ദ്ര, അതൊക്കെ എനിക്കറിയാം. ആ ഭയം നീ ഒന്ന് മാറ്റി വെക്ക്. അല്ല ശ്രുതിയെ ഉപേക്ഷിക്കാനായിട്ട് നീ ഇവനെ നിർബന്ധിക്കരുത്. തീരുമാനം അവൻ തന്നെ എടുക്കട്ടെ, അവൻ സ്വയം ഒരു തീരുമാനം എടുക്കട്ടെ. നീ എന്തിനാ നിർബന്ധിക്കുന്നത്? അല്ല അവന്റെ മനസ്സിൽ സന്തോഷം തോന്നുന്ന എന്താണോ അത് അവൻ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അതാണല്ലോ അതിന്റെ ഒരു രീതി. അത് അവന് വിട്ടുകൊടുക്ക്. നീ വെറുതെ ഇടയിൽ നിന്ന് നിർബന്ധിക്കരുത്. ഓ നിങ്ങളെക്കാൾ അധികമേ അവന്റെ മനസ്സറിയുന്നവളാ ഞാന്. അവന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഞാനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ തീരുമാനിച്ച പോലെ തന്നെ എല്ലാം നടക്കും. നോക്കിക്കോ, എന്റെ മോന് സന്തോഷമാകും. അവന്റെ ഈ അവസ്ഥയൊക്കെ മാറിക്കോളും. മോനെ ഇതൊന്നും നീ മനസ്സിലേക്ക് എടുക്കണ്ട കേട്ടോ. നീ ശ്രമിച്ചോടാ. പനി മാറിയതിനു ശേഷം നമുക്ക് പോയൊരു അഡ്വക്കേറ്റിനെ കാണാം, എന്നിട്ട് ഡിവോഴ്സിന് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സുധി എന്തോ പറയാൻ വരുന്നുണ്ട്, അതുപോലും സമ്മതിക്കുന്നില്ല. മോനെ നീ എവിടെ കിടന്നു? അല്ല രവിയേട്ടന് പുറത്തേക്ക് ഇറങ്ങി വന്നേ, അവൻ ഇവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുക. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോനെ സുധി നീ അവളുടെ നിർബന്ധത്തിന് വഴങ്ങരുത്, എല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാവുള്ളെന്ന്. അത്രയും പറഞ്ഞിട്ട് രവീന്ദ്രനും അങ്ങ് പോയിട്ടോ. സുധിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യും എന്റെ ഈശ്വര? നമ്മുടെ സുധി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവു ബ്ലേഡുകാരന്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്തിനാണ്? ബ്ലേഡ് മേടിക്കാനല്ല, പൈസ മേടിക്കാനുണ്ടോ. പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ അരുൺ വന്നു. അപ്പൊ അരുൺ വന്നിട്ട്, അല്ലെ നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു പലിശ കൊടുക്കുന്ന ഒരാളുണ്ട്, അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ മേടിക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്താണ് നീ പറയുന്നത്? ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നോ? ബ്ലേഡ് പലിശ കൊടുക്കണമെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോ അതൊന്നും സാരമില്ല, ഇത് ചേച്ചിക്ക് വേണ്ടിയാന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് വേണ്ടി എന്തിനാ? അത് പിന്നെ ചേച്ചിക്ക് ഒരു ഡെക്കറേഷൻ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന് കുറച്ച് അഡ്വാൻസ് വേണം, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്നത്? അതെനിക്ക് ഇഷ്ടമല്ല, നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വേണ്ട നിനക്ക് ഞാൻ തരാന്നേ. അല്ല വേണ്ട, എന്നാലും അത് ശരിയാവില്ല,
നീ വണ്ടി കയറാനാ പറഞ്ഞത്. ഞാന് ക്യാഷ് തരാം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടല്ലോ ചേച്ചിക്ക് ക്യാഷ് കിട്ടും, അപ്പൊ ഞാൻ തിരികെ തന്നാ പോരെ? മതിയെന്നേ, നീ എപ്പോഴെങ്കിലും തിരികെ തന്നാ മതി. ഇപ്പൊ നിനക്കൊരു സഹായം, നിന്റെ ചേച്ചിക്ക് ഒരു സഹായം ഞാനല്ലാതെ വേറെ ആരാ ചെയ്യേണ്ടത്? നീ വണ്ടി കയറ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വണ്ടി കയറ്റിട്ടോ. അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ ദേവു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ താങ്ക്സ് ഒന്നും വേണ്ടടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ പലിശയ്ക്ക് പൈസ എടുക്കാം, പലിശയ്ക്ക് പൈസയല്ല, പൈസ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അരുണാണ് പൈസ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പൈസയൊക്കെ മേടിച്ചിട്ട് രേവതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് നിപ്പുണ്ട് രേവതി ചേച്ചി, പൈസ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു, അതെ ഞാനും കൂടെ നിന്റെ ചേച്ചി ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണ്ട ഇപ്പൊ കാണാൻ സമയമാകുമ്പോ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുണെ അവിടുന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ അരുണാണ് പൈസ കൊടുത്തതെന്ന് രേവതിക്കും അറിയത്തില്ല. അങ്ങനെ രേവതി വന്നിട്ട് മോളെ പൈസ റെഡിയായി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് റെഡിയായെന്ന്, ഇത്ര പെട്ടെന്ന് എവിടെ നമ്മളെ പൈസ കിട്ടിയത്? അതൊക്കെ എനിക്ക് കിട്ടി, അത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാ. ഏത് ഫ്രണ്ട്? നിനക്ക് പൈസ തന്ന് സഹായിച്ചത്? അത് ഇത്രയും വലിയ തുക? അത് പിന്നെ ചേച്ചിക്ക് അറിയില്ലെന്നേ, ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. അല്ല, നീ എന്തിനാടി ഫ്രണ്ട്സിനോടൊക്കെ ക്യാഷ് കടം മേടിക്കാൻ പോയത്? അവരെന്ത് വിചാരിക്കും? അവരൊന്നും കരുതത്തില്ല. അവര് എന്നാ കരുതാനാ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ട്. അല്ല, എനിക്ക് നിന്നോട് തന്നെ ചോദിക്കാൻ മടിയായിരുന്നു മോളെ. നീ വേറൊരാളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാന്ന് പറഞ്ഞാല്, ഒരാവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് എന്തെങ്കിലും ചോദിക്കാന്നൊക്കെ പറയുന്നത് സാധാരണമാ. ഫംഗ്ഷൻ കഴിഞ്ഞ് ചേച്ചിക്ക് ക്യാഷ് കിട്ടൂലോ, അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാലോ. അല്ല, നിന്റെ ഈ ഫ്രണ്ട് എവിടെയാ താമസിക്കുന്നത്? എന്താ പേര്? അതൊന്നും ഇപ്പൊ തൽക്കാലം ചേച്ചി അറിയണ്ട. ചേച്ചി ഈ ക്യാഷ് മേടിക്കാനാ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ രേവതി ക്യാഷ് മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ദേവ് പറഞ്ഞു, ചേച്ചി ഇന്ന് തന്നെ പോയി പൂക്കട ചെന്ന് അഡ്വാൻസ് കൊടുക്കണം, ഫംഗ്ഷന്റെ ഡേറ്റ് പറയണം, സഹായിക്കാൻ ഞാനും വരാം കേട്ടോ. ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യണം, ഒരു കുറവും ഉണ്ടാവില്ല, അടിപൊളിയായിരിക്കണം. ചേച്ചിക്ക് ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് ഏതൊരു സ്ത്രീ പറഞ്ഞില്ലായിരുന്നോ? ചേച്ചി ആരാണെന്ന് അവരൊന്ന് അറിയട്ടെ. നമുക്ക് ചേച്ചി ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. ചേച്ചി ഈ ഫംഗ്ഷൻ കഴിയുന്നതോടെ അവര് ചേച്ചിയുടെ കുരുക്കിൽ വീഴും, നോക്കിക്കോ. ഇനി ചേച്ചിയുടെ പുറകെ നടക്കത്തില്ല. അത് പിന്നെ ക്യാഷിന് ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് നടക്കുകയായിരുന്നു. ഈ ക്യാഷ് നീ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഹേമയ്ക്ക് മുന്നിൽ മാത്രമല്ല, ഞാൻ തോക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടിലുള്ള ചിലവരുടെ മുമ്പിലും ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. ഇനി അപ്പൊ തല കുനിക്കണ്ടല്ലോ, ഇനി തല ഉയർത്തി പിടിച്ച് നടക്കാമല്ലോ. പോയി അഡ്വാൻസ് കൊടുത്തു ചേച്ചി. ഞാൻ പോകുക മോളെ രേവതി. താങ്ക്സ് ദേവു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും താങ്ക്സോ? എന്നോടോ? അങ്ങനെയാണെങ്കിലേ ചേച്ചിയോട് ഞാൻ എത്ര താങ്ക്സ് പറയണം? താങ്ക്സ് പറഞ്ഞാനേ നേരം ഉണ്ടായിരിക്കത്തുള്ളൂ. കാണുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാകാനുള്ള കാരണം ആരാണ്? എന്റെ ചേച്ചിയല്ലേ. എനിക്ക് എല്ലാം തന്നത് എന്റെ ചേച്ചിയല്ലേ. അപ്പൊ പിന്നെ ചേച്ചിയോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവോ? ഇല്ലല്ലോ. കാണുമ്പോ പറയണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേവിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ദേവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവിടെ പോകുന്നത്. അങ്ങനെ നമ്മുടെ ദേവുവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏതായാലും ആ പൈസ കൊടുത്തിട്ട് നമ്മുടെ രേവതിക്ക് വീട്ടിൽ വരായിരുന്നു. എന്തോ ഇനി എന്തായിത്തീരുന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.